ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 199 നമുക്കിന്ന് ഈ ഗുഹയിലിരിക്കാം. ഭാഗം 199 നമുക്കിന്ന് ഈ ഗുഹയിലിരിക്കാം ഇവിടെ ആരംഭിക്കുന്നു. ഒരു ദിവസം ഉച്ചനേരത്ത് ഗുരുദേവൻ ശിവഗിരിയിലെ പർണശാലയിൽ നിന്നിറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ഊണ് കഴിച്ചിട്ട് വരികയായിരുന്ന ഭാർഗവൻ ഓടി പർണശാലയിലിരുന്ന ചന്ദനവടിയും കമണ്ടലവും കുടയുമെടുത്ത് വേഗം ഗുരുദേവനെ അനുഗമിച്ചു. ആ നേരത്തെ വെയിൽ ശക്തമായിരുന്നതിനാൽ കുട നിവർത്തി ഗുരുദേവന് പിടിച്ചു കൊടുത്തു. നേരെ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു തീവണ്ടി വന്നു. അതിൽ കയറി തിരുവനന്തപുരത്തെത്തി. കുറച്ചു നേരം അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ശംഖുമുഖം കടപ്പുറത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഗുരുദേവ ഭക്തനായ ഡോക്ടർ കൃഷ്ണൻ തമ്പി ഓടി വന്നു. അദ്ദേഹം ഗുരുദേവനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമിക്ക് സഞ്ചരിക്കണമെങ്കിൽ കാറുണ്ട്. ഗുരുദേവൻ: ഓ അങ്ങനെയാണോ? എങ്കിൽ അരുവിപ്പുറത്ത് പോകാമല്ലോ. ഗുരുദേവൻ പിൻസീറ്റിൽ കയറിയിരുന്നു. നെയ്യാറ്റിൻകര എത്തിയപ്പോൾ കാറിൽ നിന്നിറങ്ങി. അവിടെ നിന്നും അരുവിപ്പുറത്തേക്ക് ഗുരുദേവൻ ചന്ദനവടിയും കുത്തി നടന്നു. ഭാർഗവൻ പിന്നാലെയും. കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്തെ ഇടവഴിയിൽ കൂടിയായിരുന്നു നടപ്പ്. അപ്പോഴേക്കും നേരം രാത്രിയായി കഴിഞ്ഞിരുന്നു. നെയ്യാറിൻ്റെ പടിഞ്ഞാറേ കരയിലെത്തിയപ്പോൾ ഗുരുദേവൻ നിന്നു. അവിടെ നിന്നും ആശ്രമത്തിലേക്കെത്താൻ 6 കടക്കണമായിരുന്നു. അപ്പോൾ ആറ്റിൽ നല്ല ഒഴുക്കുമുണ്ടായിരുന്നു. ഗുരുദേവൻ ഭാർഗവന്റെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആറ്റിലേക്ക് ഇറങ്ങി. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഭാർഗവൻ വെള്ളത്തിൽ വീണു പോകുമോ എന്ന് പരിഭ്രമിച്ചു. എങ്കിലും പതുക്കെ നടന്ന് അക്കരയ്ക്ക് കയറി. ഗുരുദേവൻ പണ്ട് തപസ് ചെയ്തിരുന്ന ഗുഹ അതിനടുത്തായിരുന്നു. ആ ഗുഹാമുഖത്തേക്ക് നോക്കി ഗുരുദേവൻ ഭാർഗവനോട് പറഞ്ഞു, എടാ, നമുക്കിന്ന് ഈ ഗുഹയിലിരിക്കാം. വെള്ളം പാറകളിൽ തട്ടിച്ചിതറുന്നതിൻ്റെ ചിലമ്പിച്ച ശബ്ദമല്ലാതെ മറ്റ് യാതൊരു ശബ്ദവും അവിടെ കേൾക്കാനുണ്ടായിരുന്നില്ല. ഗുരുദേവൻ ഇരുട്ട് മൂടിക്കിടന്നിരുന്ന ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ഭാർഗവൻ ഗുഹയോട് ചേർന്നും ഇരിപ്പായി. നിനക്ക് വിശക്കുന്നുണ്ടോ? ഗുരുദേവൻ ചോദിച്ചു. വിശപ്പുണ്ടായിരുന്നെങ്കിലും ഉണ്ടെന്ന് ഭാർഗവൻ പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും ഗുരുദേവൻ്റെ അടുത്ത ചോദ്യം വന്നു. നിനക്ക് ഭയമുണ്ടോ? തൃപ്പാദങ്ങൾ അടുത്തുള്ളപ്പോൾ എനിക്ക് ഭയമില്ല, ഭാർഗവൻ പറഞ്ഞു. നടപ്പിൻ്റെ ക്ഷീണം വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭാർഗവന് വേഗം ഉറക്കം വന്നു. രാത്രിയിൽ എപ്പോഴോ ഉണർന്ന് ഭാർഗവൻ ഗുഹയിലേക്ക് നോക്കിയപ്പോൾ ഒരു നക്ഷത്ര വെളിച്ചം അതിനുള്ളിൽ പരന്നിരിക്കുന്നതായി കണ്ടു. ആ വെളിച്ചത്തിൽ ഇടത്തോട്ട് ചെരിഞ്ഞ് നിദ്ര കൊള്ളുകയായിരുന്ന ഗുരുദേവന്റെ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഭാർഗവൻ വീണ്ടും കിടന്നു. നാരായണാഖ്യ ഗുരുദേവൻ പിറന്നു വയൽവാരത്തു വീട്ടിൽ അവതാരാർത്ഥമായറിക ആരോമേലുണ്ണിതവലീലാവിലാസമെല്ലാം അകതാരിൽ വിളങ്ങിടുക നാരായണായ നമോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 199 നമുക്കിന്ന് ഈ ഗുഹയിലിരിക്കാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.